പിതാവേ, അന്ത്യകാല നിമിഷങ്ങളിൽ അവിടുത്തെ വചനം ധ്യാനിച്ച് ഹൃദയപരമാർത്ഥതയോടെ പശ്ചാത്തപിച്ച് അവിടുത്തെ വഴികളിൽ ചരിക്കുവാൻ അടിയങ്ങളെ അനുവദിക്കണമേ. ഈ ദിവസത്തിനും ഞങ്ങളുടെ ജീവനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ ദാനങ്ങൾക്കും അടിയങ്ങൾ നന്ദി പറയുന്നു നാഥ. അവിടുത്തെ അനന്തമായ കരുണയ്ക്കും പാപമോചനത്തിനും നന്ദി ദൈവമേ. വെളിപാടിൻ്റെ വചനങ്ങൾ ഞങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങൾക്ക് ജ്ഞാനവും ഉൾക്കാഴ്ചകളും പ്രദാനം ചെയ്യണമേ. അവിടുത്തെ വചനത്തിനായി അടിയങ്ങൾ കാതോർക്കുന്നു. ഞങ്ങളിൽ വന്നു നിറയണമേ. വിശുദ്ധ യോഹന്നാന് ലഭിച്ച വെളിപാട് അധ്യായം 11. 2 സാക്ഷികൾ. ദണ്ട് പോലുള്ള ഒരു മുഴക്കോൽ എനിക്ക് നൽകപ്പെട്ടു. ഞാനിങ്ങനെ കേൾക്കുകയും ചെയ്തു: നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും ബലിപീഠത്തെയും അവിടെ ആരാധിക്കുന്നവരെയും അളക്കുക. ദേവാലയത്തിൻ്റെ മുറ്റം അളക്കേണ്ട, കാരണം അത് ജനതകൾക്ക് നൽകപ്പെട്ടതാണ്. 42 മാസം അവർ വിശുദ്ധ നഗരത്തെ ചവിട്ടിമെതിക്കും. ചാക്കുടുത്ത് 1260 ദിവസം പ്രവചിക്കാൻ ഞാൻ എൻ്റെ 2 സാക്ഷികൾക്ക് അനുവാദം കൊടുക്കും. അവർ ഭൂമിയുടെ നാഥൻ്റെ മുൻപിൽ നിൽക്കുന്ന 2 ഒലിവ് മരങ്ങളും 2 ദീപപീഠങ്ങളുമാണ്. ആരെങ്കിലും അവരെ ഉപദ്രവിക്കാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ശത്രുക്കളെ ദഹിപ്പിച്ച് കളയും. അവരെ ഉപദ്രവിക്കാൻ പുറപ്പെടുന്നവർ ഇങ്ങനെ കൊല്ലപ്പെടണം. തങ്ങളുടെ പ്രവചന ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി ആകാശം അടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട്. ജലാശയങ്ങളെ രക്തമാക്കി മാറ്റാനും ആഗ്രഹിക്കുമ്പോഴൊക്കെ സകല മഹാമാരികളും കൊണ്ട് ഭൂമിയെ പീഡിപ്പിക്കാനും അവർക്ക് അധികാരമുണ്ട്. അവർ തങ്ങളുടെ സാക്ഷ്യം നിറവേറ്റി കഴിയുമ്പോൾ പാതാളത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് യുദ്ധം ചെയ്ത് അവരെ കീഴടക്കി കൊല്ലും. സോദോം എന്നും ഈജിപ്ത് എന്നും പ്രതീകാർത്ഥത്തിൽ വിളിക്കുന്ന മഹാനഗരത്തിൻ്റെ തെരുവിൽ അവരുടെ മൃതദേഹം കിടക്കും. അവിടെ വച്ചാണ് അവരുടെ നാഥൻ ക്രൂശിക്കപ്പെട്ടത്. ജനതകളിലും ഗോത്രങ്ങളിലും ഭാഷകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവർ 3.5 ദിവസം അവരുടെ മൃതദേഹങ്ങൾ നോക്കി നിൽക്കും. മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ അവർ അനുവദിക്കുകയില്ല. ഭൂവാസികൾ അവരെക്കുറിച്ച് സന്തോഷിക്കും. ആഹ്ലാദം പ്രകടിപ്പിച്ച് അവർ അന്യോന്യം സമ്മാനങ്ങൾ കൈമാറും. കാരണം ഇവരാണ് ഭൂമിയിൽ വസിക്കുന്നവരെ പീഡിപ്പിച്ചിരുന്ന 2 പ്രവാചകന്മാർ. 3.5 ദിവസത്തിന് ശേഷം ദൈവത്തിൽ നിന്നുള്ള ജീവാത്മാവ് അവരിൽ പ്രവേശിച്ചു. അവർ എഴുന്നേറ്റ് നിന്നു. അവരെ നോക്കി നിന്നവർ വല്ലാതെ ഭയപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് വലിയ ഒരു സ്വരം തങ്ങളോടിങ്ങനെ പറയുന്നത് അവർ കേട്ടു: ഇങ്ങോട്ട് കയറി വരുവീൻ. അപ്പോൾ ശത്രുക്കൾ നോക്കി നിൽക്കെ അവർ ഒരു മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. ആ മണിക്കൂറിൽ വലിയ ഭൂകമ്പമുണ്ടായി. പട്ടണത്തിൻ്റെ 10 നിലംപതിച്ചു. മനുഷ്യരിൽ 7000 പേർ കൊല്ലപ്പെട്ടു. ശേഷിച്ചവർ ഭയവിഹ്വലരായി സ്വർഗസ്ഥനായ ദൈവത്തെ മഹത്വപ്പെടുത്തി. 2ാമത്തെ ദുരിതം കടന്നുപോയി. ഇതാ 3ാമത്തെ ദുരിതം വേഗം വരുന്നു. 7ാമത്തെ കാഹളം. 7ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ സ്വർഗത്തിൽ വലിയ സ്വരങ്ങളുണ്ടായി: ലോകത്തിൻ്റെ ഭരണാധികാരം നമ്മുടെ കർത്താവിൻ്റേതും അവിടുത്തെ അഭിഷിക്തൻ്റേതും ആയിരിക്കുന്നു. അവിടുന്ന് എന്നേക്കും ഭരിക്കും. അപ്പോൾ ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിലിരിക്കുന്ന 24 ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം പ്രണമിച്ചു. അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു: ആയിരുന്നവനും ആയിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവെ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. എന്തെന്നാൽ അങ്ങ് വലിയ ശക്തി പ്രയോഗിക്കാനും ഭരിക്കാനും തുടങ്ങിയല്ലോ. ജനതകൾ രോഷാകുലരായി. അങ്ങയുടെ ക്രോധം സമാഗതമായി. മരിച്ചവരെ വിധിക്കാനും അങ്ങയുടെ ദാസരായ പ്രവാചകന്മാർക്കും വിശുദ്ധർക്കും അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്ന ചെറിയവർക്കും വലിയവർക്കും പ്രതിഫലം നൽകാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ ഉന്മൂലനം ചെയ്യാനുമുള്ള സമയവും സമാഗതമായി. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു. അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. മിന്നൽ പിണറുകളും ഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. ദൈവജനമേ, വിശുദ്ധ വേദപുസ്തകത്തിലെ വെളിപാട് പുസ്തകം 11-ാം അധ്യായം അഗാധമായ ആത്മീയ ഉൾക്കാഴ്ചകൾ നൽകുന്ന ഒരു വേദഭാഗമാണ്. ഈ അധ്യായം ദൈവത്തിൻ്റെ ആലയത്തെ അളക്കുന്നതും 2 സാക്ഷികളുടെ പ്രവചനവും അവരുടെ രക്തസാക്ഷിത്വവും തുടർന്നുണ്ടാകുന്ന ഉയർത്തെഴുന്നേൽപ്പും മഹത്തായ അടയാളങ്ങളും വിവരിക്കുന്നു. ഇവിടെ ദൈവജനത്തിനുള്ള സംരക്ഷണവും ലോകത്തിൻ്റെ തിന്മയ്ക്കെതിരെയുള്ള സാക്ഷ്യത്തിൻ്റെ അനിവാര്യതയും വ്യക്തമായി വരച്ചു കാട്ടുന്നുണ്ട്. സാക്ഷികളുടെ വസ്ത്രധാരണമായ ചാക്കുടുപ്പുകൾ മാനസാന്തരത്തിൻ്റെയും എളിമയുടെയും പ്രതീകങ്ങളാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ലോകമധ്യത്തിൽ ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് തൻ്റെ സന്ദേശം പ്രഘോഷിക്കേണ്ടവരാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഈ ഭാഗം നൽകുന്നു.
തിന്മയുടെ ശക്തികൾ താൽക്കാലികമായി വിജയിച്ചുവെന്ന് തോന്നാമെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതികൾ അചഞ്ചലമായി നിലനിൽക്കുന്നു എന്ന് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. ഈ അധ്യായം നൽകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതിഫലനം സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവർ നേരിടുന്ന പീഡനങ്ങളെക്കുറിച്ചാണ്. 2 സാക്ഷികൾ കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യത്തിൽ പ്രവചിക്കുമ്പോൾ അവരെ എതിർക്കുന്നവർ ബാബിലോണിൻ്റെ അഥവാ തിന്മയുടെ പക്ഷത്തുള്ളവരാണ്. അവർ കൊല്ലപ്പെടുകയും മൃതദേഹങ്ങൾ മഹാനഗരത്തിലെ തെരുവിൽ കിടത്തപ്പെടുകയും ചെയ്യുന്നു. ഇത് ലോകത്തിൻ്റെ മനോഭാവത്തെ വെളിപ്പെടുത്തുന്നു. ലോകം സത്യത്തെ വെറുക്കുകയും നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ അവരുടെ മരണം ഒരു അവസാനമല്ല, മറിച്ച് ഉയർപ്പിൻ്റെയും ദൈവത്തിൻ്റെ അന്തിമ വിജയത്തിൻ്റെയും മുന്നോടിയാണ്. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെന്ന നിലയിൽ നാം ഓരോരുത്തരും ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം നിത്യജീവൻ്റെ വാഗ്ദാനത്തിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ലോകത്തിൻ്റെ അംഗീകാരമല്ല, ദൈവത്തിൻ്റെ പ്രീതിയാണ് നമ്മുടെ ലക്ഷ്യമെന്ന ചിന്ത നമ്മെ ഓരോ ദിവസവും ഓരോ നിമിഷവും നയിക്കണം. സഹോദരങ്ങളെ, ഈ വിശുദ്ധ ഗ്രന്ഥഭാഗം നമുക്ക് നൽകുന്ന പ്രധാന പാഠം ദൈവവചനത്തിന് സാക്ഷ്യം വഹിക്കുന്നതിലുള്ള സ്ഥിരോത്സാഹമാണ്. സാക്ഷികൾ തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കുന്നതുവരെ തിന്മയുടെ ശക്തികൾക്ക് അവരെ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇത് സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നവർക്ക് തങ്ങളുടെ ജീവിതകാലം മുഴുവൻ അവിടുത്തെ വേല ചെയ്യാനുള്ള കരുത്ത് അവിടുന്ന് നൽകുന്നു എന്നാണ്. നമ്മുടെ ജീവിതം, പ്രിയ സഹോദര സഹോദരി, ഒരു പ്രയാണമാണ്. അതിൽ തടസ്സങ്ങളും എതിർപ്പുകളും തീർച്ചയായും ഉണ്ടാകാം. കാരണം നാം നമ്മുടെ കുരിശുകൾ വഹിച്ചുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാനാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എങ്കിലും ദൈവത്തിലുള്ള വിശ്വാസം നമ്മെ മുന്നോട്ട് നയിക്കും. മരണത്തെപ്പോലും അതിജീവിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഉദ്ധിതനായ കർത്താവിൻ്റെ ശക്തിയാണ്. അതിനാൽ ഭയപ്പെടാതെ ധൈര്യത്തോടെ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള പാഠമാണ് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. വെളിപാട് 11-ാം അധ്യായം ഇന്നത്തെ നമ്മുടെ ലോക സാഹചര്യങ്ങളുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. നാം ജീവിക്കുന്നത് നന്മയും തിന്മയും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ. സാമ്പത്തിക അസമത്വങ്ങളും അധികാര ദുർവിനിയോഗങ്ങളും കുടുംബങ്ങളിൽ പ്രശ്നങ്ങളും ധാർമ്മികമായ അധപതനങ്ങളും അനുനിമിഷം വർദ്ധിച്ചു വരുന്നു. ദൈവത്തിൻ്റെ സന്ദേശങ്ങൾക്കും മൂല്യങ്ങൾക്കും എതിരായി ലോകം നീങ്ങുമ്പോൾ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവർ ഒറ്റപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുന്നു. മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും മഹാനഗരം പോലെ പ്രവർത്തിക്കുകയും അത് ഏറ്റുപാടുകയും ചെയ്യും. ദൈവിക മൂല്യങ്ങളെ തെരുവിലിട്ട് ചവിട്ടിമെതിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ സാഹചര്യത്തിൽ 2 സാക്ഷികളെ പോലെ തിന്മയുടെ ശക്തികൾക്ക് മുൻപിൽ ഭയപ്പെടാതെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാൻ നിങ്ങളും ഞാനും കടപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതം അതുകൊണ്ട് കർത്തൃസാക്ഷ്യമായി മാറണം. ഈ അധ്യായത്തിലെ പ്രവചനങ്ങൾ പഴയ നിയമത്തിലെ പല പ്രവചനങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് സക്കറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 14-ാം വാക്യം പരാമർശിക്കുന്ന 2 ഒലിവ് വൃക്ഷങ്ങളും 2 വിളക്ക് മാടങ്ങളുമാണ് ഈ സാക്ഷികൾ. അവർ സർവ്വലോകത്തിൻ്റെയും കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നവരാണ്. ഇത് പഴയ നിയമത്തിലെ അഭിഷിക്തരായ രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും ഓർമ്മിപ്പിക്കുന്നു. പഴയ നിയമത്തിലുടനീളം ദൈവം തൻ്റെ ജനത്തെ തിന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പ്രവാചകന്മാരെ അയച്ചു. അവർ പലപ്പോഴും പീഡിപ്പിക്കപ്പെട്ടു, വധിക്കപ്പെട്ടു. ഈ സാക്ഷികൾ പഴയ നിയമ പ്രവാചക പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു തന്നെയാണ് പരമപ്രധാനമായ സാക്ഷി. അവിടുന്ന് ലോകത്തിൻ്റെ പാപങ്ങളെ വെളിപ്പെടുത്തുകയും മരണത്തെ കീഴടക്കി ഉയർക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, ഈ അധ്യായം ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിലൂടെ പൂർണ്ണത കൈവരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ജീവിതവും മരണവും ഉയർപ്പും ഈ സാക്ഷികളുടെ ജീവിതത്തിലൂടെ പ്രതിഫലിക്കുന്നു. വെളിപാട് പുസ്തകം 11-ാം അധ്യായം കർത്താവിൻ്റെ 2ാമത്തെ വരവിനായുള്ള നമ്മളുടെ ഓരോരുത്തരുടെയും ഒരുക്കത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. സാക്ഷികളുടെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഭയങ്കരമായ ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും കടുത്ത ആലിപ്പഴ വീഴ്ചയും ഉണ്ടാകുന്നു. ഇത് ദൈവത്തിൻ്റെ ന്യായവിധിയുടെയും അവിടുത്തെ രാജ്യത്തിൻ്റെ ആഗമനത്തിൻ്റെയും സൂചനകളാണ്. കർത്താവ് എപ്പോൾ വേണമെങ്കിലും വരാമെന്ന ബോധ്യം നമ്മിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതിനാൽ നാം ആത്മീയമായി ഉണർന്നിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പാപത്തിൽ നിന്നകന്ന് മാനസാന്തരപ്പെട്ട വിശുദ്ധ ജീവിതം നയിക്കണം.
ദൈവഹിതമനുസരിച്ച് ജീവിക്കുകയും നമ്മുടെ ദീപങ്ങൾ എപ്പോഴും കത്തിച്ചു പിടിക്കുകയും വേണം. കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്ന ഈ അന്ത്യകാല നിമിഷങ്ങളിൽ പ്രാർത്ഥനയിലും സൽപ്രവൃത്തികളിലും നാം മുഴുവൻ സമയം ചെലവഴിക്കണം. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നന്മ ചെയ്യുക, അതുതന്നെയാണ് ഉദ്ദേശം. നമ്മുടെ ജീവിതം അവിടുത്തെ രാജ്യത്തിന് അനുയോജ്യമായ ഒന്നായി മാറ്റിയെടുക്കണം. പ്രിയ സഹോദരങ്ങളെ, ഈ വെളിപാട് വചനങ്ങൾ നമുക്ക് പ്രചോദനമാകട്ടെ. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക, അവിടുത്തെ സാക്ഷികളായി ജീവിക്കുക. ഭയപ്പെടേണ്ട, ദൈവം തമ്പുരാൻ നമ്മോടൊപ്പമുണ്ട്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, വിജയം സുനിശ്ചിതം. പ്രത്യാശയോടെ മുന്നേറുക. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുക. നിത്യജീവൻ നമ്മുടേതാണ്. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ സ്നേഹ സന്ദേശം പങ്കുവെച്ച് സുവിശേഷ വേലയിൽ പങ്കാളികളാകുവാൻ കർത്തൃനാമത്തിൽ സഹോദര സഹോദരി നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കട്ടെ.